ഇപ്പോൾ ജയമോളിൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയമോളിന് ഉള്ളൊരു അവർ ഒരു കുഞ്ഞു കുടുംബമാണ്. അവർക്കൊരു 10-40 സെൻറ്റ് റബ്ബറുണ്ട്. ആ റബ്ബറിൻ്റെ അകത്തുള്ള ഷീറ്റ് അവർ ടാപ്പ് ചെയ്ത് അവർ തന്നെ ടാപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഷീറ്റാക്കുന്ന ഒരു റബ്ബർ പുര ഉണ്ടാക്കിയവർ. നമ്മൾ ഷീറ്റാക്കുന്ന ഈ റബ്ബർ അതിൻ്റെ പ്രത്യേക അച്ചും ഒക്കെ ഉണക്കി 80 രൂപ അല്ലെങ്കിൽ 100 രൂപയൊക്കെ കൊടുക്കത്തില്ലേ, അതുപോലെയുള്ള ഷീറ്റ് ഉണ്ടാക്കുന്ന ഭർത്താവും ഭാര്യയും കൂടിയുള്ളൊരു ജോലിയാണത്. അത് വെച്ചാണ് അവർ ഭക്ഷണം കഴിച്ച് പോണത്. ഒരു സാധാരണ കുടുംബമാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു റബ്ബർ പുരയാണിത്, റബ്ബറിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്ന പുര, ഒരു കുടിൽ വ്യവസായമാണ്. പക്ഷേ അതിനിപ്പോൾ ഒരു പെൻഡിങ് ആയി. അത് പെൻഡിങ് എന്ന് പറയണത് അടുത്ത ആൾ കൊണ്ടുപോയി കേസ് കൊടുത്തുകയാണ്. വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴും ഞങ്ങളിത് തുടങ്ങട്ടെ എന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. അവർക്ക് ആദ്യം നമ്പരൊന്നും കൊടുത്തില്ല. ഇപ്പം കുടിൽ വ്യവസായത്തിന് നമ്പർ കൊടുക്കണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചല്ല അതിൻ്റെ കറണ്ടും കാര്യങ്ങളും മറ്റു ചിലവുകളൊക്കെ വരണത്. പക്ഷേ ഇപ്പോഴേ ഈ ഗ്രീൻ ചാനലിലൂടെ എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്തോളാം പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ് അവരങ്ങനെ ചെയ്തേനെ. ഒരു കൊല്ലമായിട്ട് ആ ബിസിനസ് വലിയ കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റും, കടവില്ലാതെ പോകാൻ പറ്റും പാവത്തുങ്ങൾക്ക്. അങ്ങനെ പോവുകയും പക്ഷേ ഇതിൻ്റെ കണ്ടിട്ട് ആരാണ്ട് കൊണ്ടുപോയി അവർക്ക് അവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തവൻ കുറച്ച് അറിവുള്ളവനായ കാരണം എല്ലായിടത്തും കൊടുത്തു കേസ്. പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എല്ലായിടത്തും കൊടുത്തു. പെൻഡിങ് ആയിപ്പോയി. അപ്പോൾ പിന്നെ ഇവർ ചെല്ലുമ്പോൾ ഇവർക്ക് നമ്പർ ഇട്ട് കൊടുക്കണില്ല, ആ കെട്ടർ നമ്പർ ഇട്ട് കൊടുക്കണില്ല. കെട്ടർ നമ്പർ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ആ കുടിൽ വ്യവസായം ചെയ്യാൻ പറ്റത്തില്ല. ഈ മലയാളികളുടെ ഏറ്റവും വലിയ ഗതികേടാണ് ശരിക്കും. ഈ എന്തെങ്കിലും തുടങ്ങാൻ ഇവിടെ ഭയങ്കര പാടാണ് ശരിക്കും. കാര്യം ഓരോരുത്തരും ഓരോ നൂലാമാലകളും കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഇത് അടപ്പിക്കണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരുടെ തിന്മകളുടെ ശക്തി കൂടുതലാണ്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് അങ്ങനെ വന്നെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒത്തിരി പേര് വന്ന് ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവരതിൻ്റെ പെട്ടുപോയി. അപ്പോൾ ഇവരെന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇവർ പാർട്ടി ചെന്ന് പറഞ്ഞു, ഞാൻ അതിപ്പോൾ അയാളെ വിളിച്ച് പറ ഇതൊന്ന് പെൻഡിങ്, ഇതൊന്ന് അയാളുടെ കംപ്ലൈൻറ്റ് പിൻവലിക്കാൻ പറയും. പാർട്ടിക്കാർ പക്ഷേ 2-3 പാർട്ടിയെ മാറി പറഞ്ഞിട്ട് പാർട്ടിക്കാർ അടുത്തില്ല, അവരെ മൈൻഡ് ചെയ്യില്ല വിഷയം. കാര്യം മുഷ്കന്മാരാണെങ്കിൽ ചില പാർട്ടിക്കാർ അടുക്കത്തില്ല. കാര്യം അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല. അതാണ് ഈ മുഷ്കന്മാർക്കുള്ള പ്രശ്നം, അതാണ് പറഞ്ഞാൽ കേൾക്കത്തില്ല. അതുകൊണ്ട് അവർ ഇവിടുത്തെ അയാളത്ത് പോയി കെട്ടിവെക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അപ്പോൾ പാവത്തുങ്ങൾ നിസ്സഹായരായി പോകത്തില്ലേ. ഇതിങ്ങനെ ഒത്തിരി കേസുണ്ട്. അതിനുശേഷം പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ്, അപ്പോൾ അച്ഛൻ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഞാനങ്ങും വരികയില്ല, ഞാൻ കേസ് എല്ലായിടത്തും കൊടുത്തിരിക്കണതാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഇത് മധ്യസ്ഥയ്ക്ക് അച്ഛൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് അച്ഛനെ അവർ മടക്കി. അപ്പോൾ ഇതിന് ഒന്നും നടക്കത്തില്ല. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അവരെന്നാ ചെയ്ത്, അവരവിടെ നിന്ന് വന്ന് മാതാവിനോട് പറഞ്ഞു. അതാണ് വിഷയം. ഉടമ്പടിയുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എന്ന് പക്ക ഒരു ജനകീയമായ ഇടപെടലാണ് ദൈവത്തിൻ്റെ. ഇവിടെ ഉടമ്പടി ചെയ്ത് വെച്ചും മാതാവിൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ണീരിട്ട്, മാതാവേ ഭക്ഷണം കഴിക്കാൻ മാർഗ്ഗമില്ല, കുഞ്ഞുങ്ങളെ പോറ്റാൻ മാർഗ്ഗമില്ല, ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് സത്യസന്ധമായ കാര്യമാണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് ആ വിഷയത്തിന് മേൽ തീരുമാനം. കാര്യം നമ്മൾ അപ്പോൾ അവർക്ക് വേറെ മാർഗമില്ലല്ലോ. അവരെന്നാ ചെയ്യുന്ന ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പിറ്റേ ദിവസം ഭർത്താവും ഭാര്യയും കൂടി വെളുപ്പിനെഞ്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയേച്ചും പിറ്റേ ദിവസം പഞ്ചായത്തിൽ പോയി. പഞ്ചായത്തിൽ പോയപ്പോൾ പഞ്ചായത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയണത്. പക്ഷേ ഈ ജയമോൾ എന്താ ചെയ്യിക്കണമെന്ന് അറിയാമോ? പിറ്റേ ദിവസം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പഞ്ചായത്തുകാർ ഇത് ഒബ്ജക്ഷൻ ഉണ്ട്, കേസ് പോയിരിക്കണതാണ്, ഞങ്ങളുടെ ജോലി പോകുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സ്ഥിരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജയമോൾ എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? ഈ ഉപ്പ് കൊണ്ട് പഞ്ചായത്തിൻ്റെ പാതിക്കിലിടും വിശ്വാസപ്രമാണം ചൊല്ലി. ഞാൻ നിങ്ങൾക്ക് ഉപ്പ് തരുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കും ഇത് എന്താ ഉപ്പ്
ഉപ്പ് കൊണ്ട് എന്നാ കാണിക്കാനാണ് ഓർക്കും. പക്ഷേ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വചനത്തോട് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ വചനത്തെ വചനം പോലെ തന്നെ എടുക്കണത്. ആവശ്യമില്ലാത്ത ദുർവ്യാഖ്യാനമൊന്നും ചെയ്യത്തില്ല. ദൈവം ഒരു കാലത്ത് ഉപയോഗിച്ച ഇന്നും തൻ്റെ മനുഷ്യവർഗത്തിൻ്റെ കണ്ണീരൊപ്പം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വചനം. അപ്പോൾ വചനത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതല്ല, ശരിക്കും പറഞ്ഞാൽ വചനം അനുഭവിക്കേണ്ടതാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ആത്മാവ് എനിക്ക് തന്നത്. അതുകൊണ്ട് ഞാൻ ഉപ്പിടുന്നത് ഞാൻ എന്തിനാണ് നിങ്ങൾ ഉപ്പിടാനൊക്കെ പറയും. ഞാൻ പറയും ഉപ്പുണ്ടാക്കാൻ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് ഇത്. കാര്യം ഞാനിത് ഉണ്ടാക്കാൻ കാരണം എന്താണ്, പല അറബിയുടെ കേസ് നമ്മുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിട്ട് കോടതി പോയി പറഞ്ഞാൽ അറബി പറഞ്ഞാൽ മതി, പാസ്പോർട്ട് ഊരിയെടുക്കാൻ പറ്റും. പക്ഷേ പാസ്പോർട്ട് അറബി പറയും നിങ്ങൾ ബ്ലഡി ഇന്ത്യൻസ് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ അപ്പനെ മടക്കുമ്പോൾ അമ്മ വന്ന് ഉടമ്പടി ചെയ്തു ഉപ്പ് കൊണ്ടുപോയി 75,000 രൂപ ഫ്ലൈറ്റ് മുടക്കി ഫ്ലൈറ്റിൽ പോയി സൗദി പോയി അറബിയുടെ വാതിക്ക് പോയി ഉപ്പിട്ടും പോരും, ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിച്ചും പോരും. അപ്പം നിങ്ങൾ കേൾക്കുന്നവർക്ക് ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ. അതെ, അന്ധവിശ്വാസികൾക്ക് അന്ധവിശ്വാസമാണ്, വിശ്വാസികൾക്കിത് അതിജീവനത്തിനുള്ള മാർഗമാണ്. എന്താ കാര്യം വെച്ചാൽ ഒരു കാലത്ത് ദൈവവചനത്തിൻ്റെ പാരമ്പര്യത്തിൽ ചെയ്ത കാര്യങ്ങളാണ്. എന്താ ചെയ്തിരിക്കണത്? അതായത് നമ്മ തോറ്റു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഉപ്പ് തരുന്നതിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞ് എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണില്ല. കിട്ടുമേ, MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ അവർ പറയുമ്പോൾ അവർക്ക് 3 ദിവസമേ ഉള്ളൂ ഇത് കിട്ടാൻ. ഇത് കിട്ടിയിട്ട് മാൾട്ടയിലേക്ക് വിടേണ്ടതാണ്, ഓസ്ട്രേലിയക്ക് മറ്റേ വിടേണ്ടതാണ്. അപ്പോഴേ അത് കിട്ടണ്ടേ? കിട്ടാൻ വേണ്ടി പരീക്ഷ വരണം തോറ്റതായിട്ടാണ് നേരത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അവർ തോക്കേണ്ട സാധ്യതയില്ല, ജയിച്ചതാണ്. അപ്പോൾ ജയിച്ച സർട്ടിഫിക്കറ്റും വേണം, എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റും വേണം. അതെല്ലാം 24 മണിക്കൂറിൽ വേണം. അവരെന്താ ചെയ്യണത്? അവർ യൂണിവേഴ്സിറ്റി കൊണ്ട് ഒപ്പിടും. ഇവർ നല്ലവണ്ണം പഠിച്ച ആളാണ്, ടീച്ചറാണേ, +2 ടീച്ചറാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ +2 ടീച്ചറിന് വിവരമില്ല, ഉപ്പൊക്കെ കൊണ്ട് യൂണിവേഴ്സിറ്റി എന്ത് കാരണം. പക്ഷേ 3 മണിക്കുള്ളിൽ അവർ ആ എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റും ജയിച്ച കാർഡുമായിട്ടാണ് നാട്ടിലോട്ട് പോരണത്. അതായത് ഇതെല്ലാം നമ്മുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മീഡിയമാണ്. നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് വിശ്വാസം കാണാൻ പറ്റത്തില്ല. കാണപ്പെടാവുന്ന വിശ്വാസത്തെ, ഈ കാണാത്ത വിശ്വാസത്തെ കാണപ്പെടുന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. പറഞ്ഞു മനസ്സിലായില്ലേ? വിശ്വാസം ഓരോരുത്തരുടെ ഉള്ളിലിരിക്കണമല്ലേ, അത് കാണത്തില്ലല്ലോ. അപ്പം കാണാത്ത വിശ്വാസത്തെ നമ്മൾ എന്താ ചെയ്യണത്? അതിൻ്റെ കാണപ്പെടുന്ന അടയാളമാക്കി മാറ്റും. മനസ്സിലായില്ലേ? വിശ്വാസത്തെ ഇപ്പം കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശയുടെ മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യണത്, അതുപോലെ ഇതെല്ലാം ഒരു തരം കൂദാശ അനുകരണങ്ങളാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാത്ത വിശ്വാസത്തെ നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഓരോ ഉടമ്പടി തൈലം എടുക്കുമ്പോഴും നേരത്തെ വസ്തുക്കൾ എടുക്കുമ്പോഴും നമ്മൾ ആക്ച്വലി വാട്ട് വി ആർ ഡൂയിങ്, ചില സമയത്ത് ചില വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ പറയും ഒരു കാശ് രൂപം കൊണ്ടുപോയി പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയിട്ട് പറയും ഇത് കൊണ്ടുപോയി നിങ്ങൾ പ്ലേസ് ചെയ്യണം എന്ന് പറയും. അപ്പം ഞാനെന്താ അത് ഉദ്ദേശിക്കണത് വെച്ച് കഴിഞ്ഞാൽ ഈ കുരിശ് കർത്താവ് പിതാവായ ദൈവം കുഴിച്ചിട്ടിട്ടല്ലേ നമ്മളെ രക്ഷപ്പെടുത്തിയത്, അല്ലേ? ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ രാഷ്ട്രീയ പാപങ്ങൾ മോചിക്കണമെന്ന് പറഞ്ഞാൽ പോരെ. അപ്പം ക്രിസ്തുവിൻ്റെ കുരിശ്, ക്രിസ്തുവിനോട് കൂടിയാണ് ഈ കുരിശ് ഭൂമി കുഴിച്ചിടണത്. അത് മനസ്സിൽ നമ്മൾ കാണും. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയും. ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. അത് ക്രിസ്തുവിൻ്റെ രക്ഷ ഈ ഭൂമിക്ക് ദ്വാരം വെച്ച് അതിൻ്റെ ഉള്ളിൽ കുരിശ് കുഴിച്ചിട്ടിട്ട് ദൈവം നേടിയെടുത്ത രക്ഷാകര പദ്ധതി അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ആ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി, തരാത്ത വഴിക്ക് കൊണ്ടുപോയി ഈ കാശ് രൂപം യേശുനാമത്തിലാണ് നമ്മളത് സ്ഥാപിക്കണത്. കുടിച്ചിടുകയല്ല നമ്മൾ ചെയ്യണത്. എന്താ ചെയ്യണത്? പിതാവായ ദൈവം ക്രിസ്തുവിൻ്റെ കുരിശ് ഭൂമി സ്ഥാപിച്ച് രക്ഷ നടപടുത്തിയ പോലെ നമ്മൾ ആ സ്ഥലം, ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല എന്ന് പറയും, ഞാൻ പറയും ഈ കാശ് രൂപം നിങ്ങൾ അത് കൃത്യമായ ഫോർമുലയിൽ വ്യഞ്ചരിച്ച്, അതായത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവം അവന് മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ
100% വിശ്വസിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ കാശ് രൂപ വെഞ്ചരിച്ച് തരണത്. അത് അടയാളമാണ്. അടയാളം എന്ന് പറയുമ്പോൾ അതല്ല നമ്മളെ രക്ഷപ്പെടുത്തണത്, അതൊരു അടയാളമാണ്. അതിൻ്റെ പിന്നിലുള്ള ദൈവികമായ രക്ഷാകര പദ്ധതി, ദൈവികമായ ശക്തിയുണ്ട്. അത് എല്ലാം ഒരു വിശ്വാസി ആരത് ചെയ്യുന്നു ആ വിശ്വാസത്തിലാണ് അത് വർക്ക് ചെയ്യണത്. അപ്പോൾ ആ വിശ്വാസം നിങ്ങളും ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് അത് ആക്ടിവിറ്റി ആകണത്. നിങ്ങളും തന്ന സംഭവത്തെ അതുപോലെ തന്നെ ഇപ്പം ജയമോൾ എന്താ ചെയ്തിരിക്കണത്? ജയമോൾ പഞ്ചായത്തിൻ്റെ വായ കൊണ്ട് ഉപ്പിട്ടച്ചും വിശ്വാസപ്രമാണം ചൊല്ലി. വിശ്വാസപ്രമാണം എന്ന് പറയും. വിശ്വാസപ്രമാണം ചെല്ലാതെ നിങ്ങളൊന്നും ചെയ്യരുത്. വിശ്വാസപ്രമാണം എന്താണ്? വിശ്വാസപ്രമാണം ഒരു പ്രാർത്ഥനയല്ല, പിന്നെ എന്താണത്? പ്രഖ്യാപനമാണ്. എന്തിൻ്റെ പ്രഖ്യാപനമാണ്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയാണ്. പിന്നെ എന്താണ്? ദൈവവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? രക്ഷ പ്രാപിക്കും. രക്ഷ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്ത്യൻ പ്രേയറിൻ്റെ എല്ലാ ഡൈനാമിക്സും രക്ഷ പ്രാപിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം. രക്ഷ എന്ന് പറഞ്ഞത് ആരാണ്? ലൂക്കാ 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നത്. രക്ഷ ആരാണ്? ക്രിസ്തുവാണ്. എല്ലാ മേഖലകളും ക്രിസ്തുവിനെ പ്രാപിക്കണം. ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ശരി, കാശുരൂ എന്ന് വെച്ചാൽ പറയും നിങ്ങളുടെ ബെഡിൽ ഇത് കൊണ്ട് സ്ഥാപിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡ് ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായ 3 IVF എടുത്ത് 11 കൊല്ലമായി മക്കളില്ല. 3 IVF എടുത്ത് 11 കൊല്ലമായി മക്കളില്ല. ഇപ്പം മരുന്നൊന്നും ഉപയോഗിക്കണില്ല. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ 27 ദിവസത്തിനുള്ളിൽ അവൾ പ്രഗ്നൻ്റാണ്. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ കുഞ്ഞിപ്പം എവിടെ നിന്ന് വരികയാണ്? ശാസ്ത്രത്തെ കണ്ടുപിടിക്കാൻ പറ്റാൻ ഈ കുഞ്ഞിപ്പം എവിടെ നിന്ന് വരികയാണ്? ക്രിസ്തുവിൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമാണ്. കൊളോസ്യസ് 3:11 പറയുമ്പോൾ നിങ്ങൾ പറയും എന്താ അച്ഛങ്ങനെ? ക്രിസ്തു എല്ലാം. ക്രിസ്തുവിൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട്, ക്രിസ്തുവിൻ്റെ കയ്യിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട സ്ഥലമുണ്ട്, ക്രിസ്തുവിൻ്റെ കയ്യിൽ ജപ്തി നടപടിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്, തോറ്റ പരീക്ഷയെ അതുപോലെ തന്നെ നിങ്ങൾ തള്ളിക്കളഞ്ഞ നഷ്ടപ്പെട്ടു പോയ രേഖകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ എഡ്വേർഡ് ജോർജ് അയാളുടെ സാക്ഷിയാണ്, ഇംഗ്ലീഷ് സാക്ഷിയാണ്. പുള്ളി ആസാംകാരനാണ്, ഗോഹട്ടി താമസിക്കുക, ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്ങേരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരുടെ സർവീസ് ബുക്ക് കാണാനില്ല. 13 കൊല്ലമായിട്ട് സർവീസ് ബുക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമില്ല. അതില്ലെങ്കിൽ ഇൻക്രിമെൻ്റ് ഇല്ല, പെൻഷനില്ല, പല പ്രശ്നങ്ങളാണ്. പിന്നെ നിങ്ങൾ ഉദ്യോഗം ചെയ്തതായിട്ട് തെളിവില്ല. അപ്പോൾ ആ ഫയലും പോയി ഓഫീസിൽ നിന്ന്. വല്ലാത്ത ഒരു പ്രശ്നമാണ്. പുള്ളിക്ക് ട്രാൻസ്ഫർ കിട്ടുന്നുണ്ട്. അങ്ങനെ ഗോഹട്ടിയിൽ നിന്ന് ട്രാൻസ്ഫറായി പുള്ളി വെല്ലൂർ വന്ന് നമ്മുടെ മദ്രാസ് തമിഴ്നാട്ടിൽ വന്ന്. തമിഴ്നാട്ടിൽ വന്നപ്പോൾ അവിടെ വെച്ചാണ് കൃപാസനം പത്രം കിട്ടണത് പുള്ളിക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ ഡാഡി ബിൽപത്രം എഴുതിയിട്ടുണ്ട്. 50 കൊല്ലം മുമ്പ് കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരാണ് അവിടെ താമസിക്കുക. ഗോഹട്ടി വിമാനത്താവളത്തിൻ്റെ അടുത്ത് അവർ താമസിക്കണം. 50 കൊല്ലം മുമ്പ് ഇവിടുന്ന് പോയതാ. അപ്പം മലയാളമൊക്കെ അറിയാം, പക്ഷെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിരിക്കണമല്ല ഇംഗ്ലീഷിലാണ്. അവിടെ രണ്ടാമതൊരു പ്രശ്നം വെച്ചാൽ അതിനേക്കാൾ വെടിക്കെട്ട പ്രശ്നമാണ്. വെച്ചാൽ അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് വിൽപ്പത്രം എഴുതിയിട്ടുണ്ട്. വിൽപ്പത്രം അപ്പൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ അപ്പൻ മരിച്ചുപോയി. ആ വിൽപ്പത്രത്തിന് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അവിടെ അപ്പൻ്റെ പേര് ജോസഫ് എന്നാണ്, വിൽപ്പത്രത്തെ ഗോമസ് എന്നാണ് കിടക്കുന്നത്. ആര് കാശ് തരാൻ? പാകോടമ്പടി നടത്താൻ പറ്റുമോ? ഇനി പാകോടമ്പടി നടക്കാനുള്ള ആൾക്കാരുടെ പേര് ഇതിൻ്റെ അവകാശികളില്ലേ, അവിടെ പേരപ്പൻ വിളിച്ച് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അപ്പോൾ ആർക്ക് കിട്ടും? അവർക്ക് 5 മക്കളാണ് ഉള്ളത്. ഇവിടെ പേരൊന്നും വിൽപ്പത്രത്തെ വിളിച്ച് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? വിൽപ്പത്രം പ്രൊബേറ്റ് ചെയ്യാനോ അതനുസരിച്ച് പാകോടമ്പടി ചെയ്യാനോ അതനുസരിച്ച് ഓരോരുത്തരും ഓഹരി കെട്ടിയിട്ട് ടാക്സ് അടച്ച് രസീതാക്കി സ്വന്തം തണ്ടപ്പേരിൽ പിടിക്കാനോ ഒന്നും പറ്റണില്ല. ഇയാൾ ഈ കൊട്ടത്തേങ്ങ കീറ ഉടക്കാനും പറ്റാത്ത തുളക്കാനും പറ്റാത്ത സംഭവം കൊണ്ട് ജീവിതത്തിൽ മുഴുവൻ നടക്കുകയാണ്. അപ്പോൾ ഒരു വക്കീലെടുത്ത് എന്ന് പറഞ്ഞ് ചെയ്തു തരാം, കുറച്ച് കൃത്രിമ പണിയൊക്കെ ചെയ്യേണ്ടി വരും, പലർക്കും പല കാര്യങ്ങളൊക്കെ കൊടുക്കണം, 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു ഇതിന് വിൽപ്പത്രം ചെയ്തു തരണമെങ്കിൽ. അപ്പോൾ വിൽപ്പത്രം ചെയ്തു തരണമെങ്കിൽ 5 ലക്ഷം രൂപ ഇയാൾ മുടക്കണം. ഇയാൾ മുടക്കി ചെയ്താൽ മറ്റുള്ളവർക്ക് അത് അവരാരും കാശ് മുടക്കത്തില്ല. അപ്പോൾ അത് നടക്കത്തില്ല, അത് നടക്കാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ പിന്നെ വേറെ പലരൊക്കെ വന്നിട്ട് നടക്കാത്ത രീതി കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ 2 പ്രശ്നമാണ് ഈ മനുഷ്യൻ്റെ ജീവിതം തകർക്കണത്. അപ്പോൾ ഇങ്ങനെ വെല്ലൂര് വെച്ച് നമ്മുടെ പത്രം കിട്ടി. എനിക്ക് വേണ്ടത് ഇംഗ്ലീഷ് പത്രമോ തമിഴ് പത്രമാണ്. മലയാളം ഇപ്പോൾ നമുക്ക് കുറേ പത്രങ്ങളുണ്ട്. ഇറ്റാലിയൻ പത്രം വരെ ഉണ്ട് ഇംഗ്ലീഷിൽ.
നമ്മുടെ കൃപാസനത്തിൻ്റെ ഇറ്റാലിയൻ പത്രമുണ്ട്, പിന്നെ കർണാട്ടിക്കുണ്ട്, പിന്നെ കന്നഡ പത്രമുണ്ട്, തെലുങ്ക് പത്രമുണ്ട്, ഹിന്ദി പത്രം, മറാഠി പത്രം, മലയാളം പത്രം. കൃപാസനത്തിന് വേണ്ട 7-8 തരം പത്രമുണ്ട്. അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിലേതോ ഒരു പത്രമാണെങ്കിൽ മനുഷ്യനെ കിട്ടിയിരിക്കണത്. കിട്ടിയിട്ട് എന്ത് ചെയ്യുക, അപ്പം തന്നെ മാതാവ് ഇയാളൊന്ന് തോണ്ടി എന്ന് വെച്ചാൽ എന്താണ് ഇത് നടക്കും. അപ്പം നടക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വെല്ലൂരിന്ന് പുള്ളിക്കാരൻ്റെ ഒരു ബജാജ് ബൈക്കുണ്ട്. ആ ബൈക്കിൽ 200 കിലോമീറ്റർ ജവമാല ചൊല്ലി ഇവിടെ എത്തി. ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ട, ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞത് സാക്ഷ്യമാണ്. 200 കിലോമീറ്റർ ജപമാല ചൊല്ലി എന്ന് പറഞ്ഞ് ആലപ്പുഴ എത്തണമെങ്കിൽ എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ താമസിച്ച് അതിനുള്ളിൽ 2-3 പ്രാവശ്യം പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതേ ഉള്ളൂ. പിന്നെ ഞാൻ നിർത്തിയില്ല. ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് ഞാനിവിടെ മൂവാറ്റുപുഴ ബന്ധുവിൻ്റെ വീടുണ്ട്. ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് രാവിലെ അവിടെ നിന്ന് ഈ ബൈക്കിന് തന്നെ ഇവിടെ എത്തി ഉടമ്പടി ചെയ്ത് 2 കാര്യം, സർവീസ് ബുക്കിംഗ് വേണം, പിന്നെന്താണ് വിൽപ്പത്രം പ്രൊബേറ്റ് ചെയ്യുന്നത് ഭാഗോടമ്പടി ചെയ്ത് കിട്ടണം. അപ്പോൾ കൊച്ചു കാര്യങ്ങളല്ല, എല്ലാം സീരിയസ് കാര്യമാണ്. മാതാവിനോട് പ്രൈവറ്റായിട്ട് കണ്ട് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരെല്ലാം അമ്മയോട് പ്രൈവറ്റായിട്ട് സംസാരിച്ചിട്ടാണ് പോണത്. കണ്ട് സംസാരിച്ചിട്ട് ആ വിഷയം പോകണം. ഇന്ന കാര്യങ്ങൾ, എൻ്റെ അവസ്ഥ ഇതാണ്, അത് പ്രാർത്ഥിച്ചിട്ട് പോകും. അപ്പം അങ്ങനെയാണ് അത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ളത് 90 ദിവസമാണ് എണ്ണിപ്പിടിച്ചിരിക്കുന്നത്. 90 ദിവസം. അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ അമ്മ ഇടപെടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ 89 ദിവസമായപ്പോൾ അമ്മയെ പുള്ളി ഓർപ്പിച്ച്, പുള്ളി ആ ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യണതേ, ഉടമ്പടി കൃത്യമായിട്ടാണ് ഫോളോ ചെയ്യണത്. 89 ദിവസം പറഞ്ഞ് അമ്മേ 89 കേട്ടാ, ഇനി 1 ദിവസം കൂടിയേ ഉള്ളെന്ന് പറഞ്ഞു. 1 ദിവസം കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് 90-ാം ദിവസം കഴിഞ്ഞ് 90-ാം ദിവസം ഒന്നും സംഭവിച്ചില്ല. പക്ഷേ 91-ാം ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇയാൾക്കൊരു ഫോൺ കോൾ വരും. എന്താ പറയണത്, പണ്ട് ഈ സർവീസ് ബുക്ക് പോയിരുന്ന കാലത്ത് അവിടുന്ന് മാറിപ്പോയൊരു ഓഫീസറിന് മാതാവ് വീണ്ടും വേറെ എവിടെ ബോംബെയിലെ വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയ ആളാണ്. ആ ലേഡിയെ വീണ്ടും ഇതേ ഓഫീസിലേക്ക് റീട്രാൻസ്ഫർ ചെയ്യിക്കും. അപ്പോൾ എൻ്റെ അമ്മേ ഈ സാക്ഷി ഒന്ന് കേൾക്കണം, ഞെട്ടിപ്പോവും. എന്നിട്ട് അവർ ആണ് ഇവരെ വിളിക്കണത്. ഈ നമ്പർ എടുത്ത് വിളിക്കണമെന്ന് അറിയാമോ? സർ, നിങ്ങളുടെ സർവീസ് ബുക്ക് കിട്ടി, അതിൻ്റെ ഫയലും ഞാൻ കണ്ടുപിടിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ലേഡി തിരിച്ച് വരാതെ സാധനം കിട്ടത്തില്ല. അമ്മയ്ക്കറിയാം ഇത് ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത് ഈ ലേഡി തിരിച്ച് വരികയെന്ന് തന്നെയാണ്. നമുക്കറിയത്തില്ലല്ലോ, വേറെ ആർക്കും അറിയത്തില്ല എൻ്റെ സൊല്യൂഷൻ എന്താണെന്ന്. പിറ്റേ ദിവസം ഒരു വക്കീൽ വന്ന് പുള്ളിയെടുത്ത്, മിസ്റ്റർ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് ഞാൻ 10,000 രൂപ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഈ ഭാഗ ഉടമ്പടി നിങ്ങളുടെ അപ്പൻ്റെ പേര് ചേർത്തിട്ട് നിങ്ങളുടെ എല്ലാവരും അവകാശം വെച്ചുകൊണ്ട് വെറും 10,000 രൂപ ചെയ്യാമെന്ന് പറഞ്ഞു. 3 ദിവസം കൊണ്ട് അയാൾ 10,000 രൂപ ചെയ്ത് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഉടമ്പടി റേഞ്ച് പോണ കണ്ടില്ലേ? അതായത് ഈ കാലത്ത് മനുഷ്യന്മാർ, എനിക്കിത് ഞാൻ ഈ സാക്ഷ്യത്തിൽ നിന്ന് എന്താ പഠിച്ചതെന്നറിയാമോ? ഇൻവെസ്റ്റ്മെൻറ്റാണ് പഠിച്ചത്. കാര്യം അയാളതിൻ്റെ അകത്ത് സംശയമില്ലേക്ക്, ചളിപ്പില്ലേക്ക്. അതുകൊണ്ടാണ് ഡേറ്റ് വന്നപ്പോൾ അമ്മയെ ഓർപ്പിക്കണത്. ഒരു ജീവിക്കുന്നൊരു വ്യക്തിയെ ഓർപ്പിക്കണ പോലെ ഓർപ്പിക്കുകയാണ്. അമ്മേ, നമ്മുടെ ഉടമ്പടി നാളെ തീരുകയാണ്. അതാണ് വിഷയം. അത്രയും ജീവൽ ലൈവാണ് ഈ വിഷയം. അത് ലൈവായിട്ട് തന്നെ അമ്മ കേൾക്കണത്. അതുപോലെ മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ 200 ജപമാല ചൊല്ലിക്കൊണ്ട് ഇവിടെ ബൈക്കിന് വരുക ആ മനുഷ്യൻ. അപ്പം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റെഡിയാണ്. അത് എൻ്റെ മക്കളെ, നിങ്ങൾ ഉടമ്പടിയിൽ എവിടെയെങ്കിലും ഒന്ന് പമ്പെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റാക്കാൻ നോക്കണം നിങ്ങൾ. ഇപ്പം ടിൻറ്റുവിൻ്റെ പ്രശ്നം എന്താ? ജയമോളുടെ പ്രശ്നം എന്താ? ജയമോള് പോയിട്ട് പഞ്ചായത്തിൽ കൊണ്ടുപോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ആരോടും പറയാനില്ല. പള്ളിയെ പറഞ്ഞ്, പാർട്ടി പറഞ്ഞ്, പറയാവുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞ് അവരാരും അമ്പരും ബില്ലിനും അടുക്കണില്ല. അവരാരും സംസാരിക്കാനും തയ്യാറല്ല. അവസാനം എന്ത് ചെയ്ത്, മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയി പഞ്ചായത്തിൽ വാതിക്കലിട്ട് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ എന്താണ്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ടേറ്റ് പറയണം. ദൈവവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കണം. അപ്പോൾ ആ വിഷയത്തിൽ രക്ഷ, ആ വിഷയത്തിലുള്ള കാര്യം ക്രിസ്തു എല്ലാമാണല്ലോ. കൊളോസ്യസ് 3:11 നമ്മൾ എന്താ പറയണത്? ക്രിസ്തു എല്ലാമാണ്. ആ വാക്ക് ഭയങ്കര സംഭവമാണ്. അതായത് പഞ്ചായത്ത് ഈ ഒരു മനുഷ്യന് ഈ ഭൂമിക്ക് മുകളിൽ അനുഭവിക്കാൻ പറ്റിയ എല്ലാ വിഷയങ്ങൾക്കുള്ള കംപ്ലീറ്റ് ആൻഡ് സോഴ്സ് സൊല്യൂഷനാണ് ജീസസ് ക്രൈസ്റ്റ്.